നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. ഒരു തയ്യൽക്കാരൻ ബ്ലൗസ് അടിക്കുകയാണ്. അപ്പോൾ അവിടെ പതിവായിട്ട് വരുന്ന ഒരാൾ പറഞ്ഞു, ഈ ബ്ലൗസ് ഇട്ടിട്ട് ഈ പെണ്ണല്ല ചരക്കായിരിക്കുമല്ലോ. അപ്പം തയ്യൽക്കാരൻ പറയുക, എടാ ഇത് നിൻ്റെ പെങ്ങളെ ബ്ലൗസാണ്, ഇത് തന്നെയാണ് നമ്മുടെ കുഴപ്പമല്ലേ. നമുക്ക് എല്ലാ പെണ്ണുങ്ങളും ചരക്കാണ്. നമ്മുടെ കണ്ണിൽ എല്ലാ പെണ്ണുങ്ങളും ചരക്കാകുന്നതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ, ഇവിടെ എല്ലാ പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ സ്ത്രീകളെ ദൈവമായിട്ടൊന്നും കാണണ്ട, പക്ഷേ നമുക്ക് ഒന്ന് ബഹുമാനിച്ചൂടെ അല്ലേ, അവരെ ഒന്ന് മാനിച്ചൂടെ. തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ളവരല്ലേ സ്ത്രീകളും. ഈ ദൈവം നമ്മളെ പ്രകൃതിയിൽ സൃഷ്ടിച്ചത് പുരുഷന്മാരെ പോലെ തന്നെയാണ് സ്ത്രീകളും അല്ലേ. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മളെല്ലാം അവരെ കാണുന്നത്, സ്ത്രീകളെ കാണുന്നത് ഒരുവിധം പുരുഷന്മാരൊക്കെ ഉപഭോഗ വസ്തുവായിട്ടാണ്, എന്തോ തനിക്ക് ഭോഗിക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ്. എല്ലാം ആവശ്യമാണ്. സെക്സൊക്കെ മനുഷ്യന് നിഷിദ്ധമായ കാര്യമൊന്നുമല്ല, തെറ്റായ കാര്യമൊന്നുമല്ല. അത് പരസ്പരം ഇഷ്ടപ്പെടുന്നവരാകുമ്പോൾ എന്തോ ആവാം. പക്ഷേ എല്ലാ പെണ്ണിനെയും ചരക്കായി കാണുന്നത് ഒരു തെറ്റായ മനോഭാവമല്ലേ. സ്ത്രീകൾ നമ്മൾ മാനിക്കാൻ പഠിക്കണം. ഇപ്പോൾ രഞ്ജിത്ത് തന്നെ, സംവിധായകൻ രഞ്ജിത്ത് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സംവിധായകനാണ്. നല്ല മനുഷ്യനല്ല, നല്ല സംവിധായകനാണ് അല്ലേ. എത്ര നല്ല പടങ്ങൾ അദ്ദേഹം എടുത്തു. നന്ദനം, തിരക്കഥ, വാതിര, കൊലപാതകം, ഒരുപാട് നല്ല പടങ്ങളെടുത്ത മനുഷ്യനാണ് അദ്ദേഹം. നല്ല കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ സെക്സിൻ്റെ കാര്യത്തിൽ അയാൾ സ്ത്രീകളെ കാണുന്നത് ഒരു ചരക്കായിട്ട് തന്നെയാണ്. അവിടെയാണ് അയാൾക്ക് തെറ്റി പറ്റിയത്. എപ്പോഴും അദ്ദേഹം കാണുന്നത്, ആ മനുഷ്യൻ കാണുന്നത് പെണ്ണുങ്ങളൊക്കെ ഒരു മോശക്കാരായിട്ടാണ്. തനിക്കെന്തോ ഉപയോഗിക്കാൻ പറ്റിയ വസ്തുവാണ്, ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. അവരെ മാനിക്കാനും അയാൾക്ക് അറിയാമെങ്കിൽ അയാൾ ഒരിക്കലും സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കില്ലായിരുന്നു അല്ലേ. പരസ്പര സമ്മതത്തോടെ സിനിമാ രംഗത്തല്ലേ, പരസ്പര സമ്മതത്തോടെ നിങ്ങൾക്ക് എന്തു ആവാം, അതൊന്നും ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരാളെ കയറിപ്പിടിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു തെറ്റായ കാര്യം തന്നെയാണ്. അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അദ്ദേഹം എല്ലാവരോടും മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണെന്നാണ് ഇപ്പം കേട്ടത്. ഏതോ സെറ്റിൽ വെച്ചിട്ട് നമ്മൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്തോ തമാശ പറഞ്ഞപ്പോൾ അദ്ദേഹം കരണക്കുറ്റിക്ക് അടിച്ചു, എന്നിട്ട് ചോര വന്നൊക്കെ ഇവിടെ വായിച്ചു. അപ്പോൾ ഒരു തരം ധാർഷ്ട്യവും ഒരു ധിക്കാരമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ അങ്ങനെയല്ല അല്ലേ. സ്ത്രീകളെയൊക്കെ ഒരു മോശമായിട്ടാണ് അദ്ദേഹം എല്ലാ സിനിമകളും ചിത്രീകരിക്കാറ് അല്ലേ. ഒരു മാടമ്പിത്തരവും ഒരു സ്ത്രീ വിരുദ്ധതയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ മുഖമുദ്രയാണ്. നമ്മുടെ ഒരു കാഴ്ചപ്പാടല്ലേ നമ്മൾ സിനിമയിലും കാണുക അല്ലേ. നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ അത് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും കാണുക. നമ്മുടെ നോട്ടവും നമ്മുടെ മനസ്സും അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെണ്ണുങ്ങൾ നമ്മൾ ചരക്കായിട്ട് കാണും അല്ലേ. അപ്പം നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത്. പുരുഷന്മാരുടെ മനോഭാവം മാറിയാൽ തന്നെ ഈ ലോകം രക്ഷപ്പെടും, നന്നാവും തീർച്ചയായിട്ടും. അങ്ങനെ നല്ലതായി തീരട്ടെ. എല്ലാവരും അങ്ങനെ മാനിക്കാൻ പഠിക്കട്ടെ, സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കട്ടെ. ഓക്കെ, താങ്ക് യു.